കൊല്ലം പുനലൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. കലയനാട് ചരുവിള വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം കൊലപാതക വിവരം പ്രതി ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയായിരുന്നു. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, ഇതെപ്പോഴാണ് സംഭവം? ഇതെങ്ങനെ ഫേസ്ബുക്കിൽ ഈ വിവരം പങ്കുവയ്ക്കുന്നു? അങ്ങനെയാണോ എല്ലാവരും അറിയുന്നത്? രാവിലെ 6:30 ദിവിഷ സംഭവം. കുറേയേറെ നാളുകളായി ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി താമസിക്കുകയായിരുന്നു. ശാലിനിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ജോലി സ്ഥലത്തേക്ക് പോയിരുന്നത്. ഇവർ നേരത്തെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശാലിനി ജോലിക്ക് പോകേണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഐസക്ക് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് ശാലിനി തയ്യാറായിരുന്നില്ല. അതിൻ്റെ പേരിലൊക്കെ തന്നെ തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിൽ ഇന്ന് രാവിലെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി കഴുത്തിൽ കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു. ശാലിനിയുടെ നിലവിളി കേട്ട് അയൽവാസിയായിട്ടുള്ള സ്ത്രീകളടക്കം ഓടിയെത്തി. അപ്പോഴും ഐസക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീടാണ് ഫേസ്ബുക്ക് ലൈവിൽ ഇയാൾ കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ അവളെ കൊന്നു, ഞാൻ ഭാര്യയെ കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തി, ആഡംബര ജീവിതം നയിക്കുന്നതിൻ്റെ പേരിലാണ് കൊലപാതകം നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ അയാൾ ഏതാണ്ട് 3.5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫേസ്ബുക്ക് ലൈവിൽ പറയുകയുണ്ടായി. അതിനുശേഷം 9 മണിയോടുകൂടിയാണ് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുള്ളത്. ഇത് കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് കാരണം എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസും എത്തിയിട്ടുണ്ട്. 2 ആൺമക്കളാണുള്ളത്. അതിൽ ഒരു കുട്ടി മറ്റ് അർബുദ രോഗിയാണ്. ആ കുട്ടിയുടെ കാര്യങ്ങളൊന്നും തന്നെ അമ്മ നോക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഈ പ്രതി ഉന്നയിക്കുന്നതെങ്കിൽ പോലും സ്വന്തം ഭാര്യയെ രാവിലെ 6:30 അവരുടെ സ്വന്തം വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ വീട് വെച്ചത് താനാണ്. പക്ഷേ ആ വീട്ടിൽ നിന്ന് താൻ ഇറങ്ങിക്കൊടുക്കണമെന്നുള്ള ആവശ്യം ഭാര്യ ഉന്നയിച്ചു എന്ന് പറയപ്പെടുന്നത് അതെല്ലാം ഫേസ്ബുക്ക് ലൈവിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ശാലിനിയുടെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി.